എറണാകുളത്ത് മിഷേൽ ഷാജിയുടെ കുടുംബം ഏകതര ഉപവാസത്തിലാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് സമരം. 8 വർഷമായിട്ടും നീതി കിട്ടിയില്ല എന്ന് കുടുംബം ആരോപിക്കുന്നു. സൈഫിനിസ അലിയാർ വിവരങ്ങളുമായി. സൈഫിനിസ, 8 വർഷമായിട്ടും നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ കുടുംബം ഏകദിന ഉപവാസത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? സ്മൃതി, 8 വർഷം മുമ്പാണ് മിഷേൽ ഷാജി മരിക്കുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ മിഷേൽ ഷാജിയുടെ മൃതശരീരം കിട്ടുന്നതും അന്നു മുതൽ തുടങ്ങിയ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് മിഷേലിന്റെ കുടുംബം നടത്തുന്നത്. ഇപ്പോൾ ഈ കല്ലറയ്ക്ക് മുൻപിൽ വന്ന് നിൽക്കുന്നത്, അതായത് മിഷേലിന്റെ 26ാം ജന്മദിനമാണെന്ന്. ഈ 26ാം ജന്മദിനത്തിലാണ് നീതി തേടി ഈ അച്ഛനും അമ്മയും, അച്ഛൻ ഷാജിയും അമ്മ സൈലമ്മയും ഇപ്പോൾ ഈ മിഷേൽ ഷാജിയുടെ കല്ലറയ്ക്ക് മുൻപിൽ മെഴുകുതിരി കത്തിച്ച് ഏകദിന ഉപവാസവുമായിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണിയാണ് ഈ ഉപവാസ സമരം. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇപ്പോഴും ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഓരോ തവണയും കേസ് പരിഗണിക്കുമ്പോഴും കൂടുതൽ സമയം ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുന്നു, റിപ്പോർട്ട് ഇതുവരെ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം വേണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഈ ക്രൈംബ്രാഞ്ച് എന്തുകൊണ്ട് മനഃപൂർവ്വം ഇത് വൈകിപ്പിക്കുന്നു എന്നാണോ കരുതുന്നത്? ക്രൈംബ്രാഞ്ച് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു. കാരണം ഇത് ഏറ്റവും ആദ്യമേ ക്രൈംബ്രാഞ്ചിലെ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ SP മധു സാർ അടക്കുന്ന ടീം 15 ദിവസത്തിനുള്ളിൽ ഇത് കൊലപാതകമാണെന്ന് കണ്ടെത്തിയിരുന്നു. അത് ഞങ്ങൾക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടാകുകയും ഈ ടീമിനെ 15 ദിവസം കഴിയുമ്പോൾ മാറ്റുകയും ചെയ്തു. അങ്ങനെ ഈ കേസ് അന്ന് മുതൽ അട്ടിമറിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് 8 വർഷമായിട്ടും ഇതുവരെ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട്, യഥാർത്ഥമായ റിപ്പോർട്ട് ഇവർക്ക് സമർപ്പിക്കാൻ സാധിക്കാണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ 26ാം ജന്മദിനമായ എൻ്റെ മോളുടെ ഇന്ന് തിരഞ്ഞെടുക്കാൻ കാരണം 8 വർഷമായി ഞങ്ങൾ നീതിക്ക് വേണ്ടി പോരാടുന്നു. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എതിരെയുള്ള എന്ത് അക്രമം ഉണ്ടായാലും ശക്തമായ നിലപാട് എടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ആ ഒരു വിശ്വാസം ഇന്ന് ജനങ്ങളിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് പ്രകാരം ഇപ്പോൾ നമ്മുടെ ഹണി റോസിന് പെട്ടെന്നൊരു പ്രശ്നമുണ്ടായി കംപ്ലൈൻറ്റ് കൊടുക്കുകയും ഈ നമ്മുടെ ഇവിടെ കേരളത്തിൽ തന്നെ വലിയ പ്രമുഖനുമായ വ്യവസായിയുമായ ബോച്ചെ പോലെയുള്ള ആളെ പെട്ടെന്ന് അകത്താക്കുകയും ചെയ്ത നമ്മുടെ ഈ ഗവൺമെൻറ് എൻ്റെ മോൾ മരിച്ചിട്ട് ഇന്ന് 8 വർഷമായിട്ടും അതിന് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു CBI അന്വേഷണം ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഗവൺമെൻറ്റിന് CBI അന്വേഷണത്തിന് വിടുന്നതിന് തടസ്സമില്ല എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും ഈ ഉപവാസ സമരം ഇന്ന് ആരംഭിക്കുകയും ചെയ്തേക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇവിടുന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഒരു CBI അന്വേഷണം ഉത്തരവിട്ട് ഈ എൻ്റെ മോളുടെ ഈ കൊലപാതകം എത്രയും വേഗം കണ്ടെത്തുവാനുള്ള ഒരു അവസരം ഒരുക്കി തരണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഈ കുറ്റക്കാരിലേക്ക് പെട്ടെന്ന് തന്നെ ഈ മരണം ഉണ്ടായി പോലീസ് എത്തുകയും അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു കുറ്റക്കാരെ കണ്ടെത്തും എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അവിടെ നിന്ന് എവിടെ വെച്ചാണ് ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നത്? അതായത് കുറ്റക്കാരെ കണ്ട് പിടിച്ചത് കൊണ്ടാണല്ലോ അവർ പറയുന്നത് വിത്തിൻ 1 വീക്കിനുള്ളിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞും പിന്നെ അത് ഞങ്ങൾ ഉടനെ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആരായിരിക്കും കുറ്റവാളി, ആര് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്, അല്ലാണ്ട് ശിക്ഷയിലല്ലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാണുന്നത് ഈ ഉദ്യോഗസ്ഥരെ എല്ലാം സ്ഥലം മാറ്റി പോകുന്നതാണ് കാണുന്നത്. അതോടെ ബ്ലോക്കാകുവാണ്, മേലിൽ നിന്നുള്ളവരുടെ ബ്ലോക്ക്, സമ്മർദ്ദം ഉണ്ടാവുകയാണ്. പിന്നെ കുറ്റവാളിയുമില്ല, അന്വേഷണവുമില്ല, ഒരു അന്വേഷണവുമില്ല. പിന്നെ വരുന്ന ഉദ്യോഗസ്ഥരാരും ഞങ്ങളെ കാണുവാട്ടെ, നമ്മൾ എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു പിടിപാടും ഇല്ലാത്ത രീതിയിലാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇതുപോലെയുള്ളൊരു ഉപവാസ സമരത്തിന് ഞങ്ങൾ തയ്യാറാകുന്നത്. മുഖ്യമന്ത്രി കണ്ണു തുറക്കുമെന്നും ഞങ്ങൾക്കൊരു നീതി നടത്തി തരുമെന്നും, അതായത് ക്രൈംബ്രാഞ്ചിന് സാധിക്കാത്തത് CBIക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് നടത്തി തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഈ ഗവൺമെൻറ്റിനെ. സ്മൃതി, ഈ മിഷേലിൻ്റെ സഹോദരൻ അടക്കം, അമ്മയും അച്ഛനും സഹോദരനും അടക്കമാണ് ഇപ്പോൾ കല്ലറയ്ക്ക് മുമ്പിൽ സമരം നടത്തുന്നത്. നമുക്ക് തൊട്ടടുത്ത് പള്ളിയാണ്, അവിടെ ഒരു മകളുടെ വിവാഹ ചടങ്ങ് നടക്കുകയാണ്. അപ്പോഴാണ് 26 വയസ്സിലേക്ക് എത്തുന്ന മകളുടെ മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഈ അച്ഛനും അമ്മയും കല്ലറയ്ക്ക് മുമ്പിൽ സമരം ചെയ്യുന്നത്. വളരെ വേദനകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ കുറ്റക്കാരെ ഉടനടി കണ്ടെത്താൻ CBI അന്വേഷണം വേണം എന്ന് മാത്രമാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. സ്മൃതി.